അവതരണാനുമതി തന്നതിന് ഞാൻ നന്ദി പറയണം. പക്ഷേ അങ്ങയുടെ ഉപദേശം മാനിച്ച് ഞാൻ ഐ വിൽ ബി വെൽ വിത്തിൻ മൈ സിലബസ് നമ്പർ 1. പക്ഷേ എല്ലാ അവതാരകർക്കും കൊടുക്കുന്ന ഒരു പരിഗണന അങ്ങ് എനിക്കും തരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം ഞാൻ സാധാരണ സംസാരിക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയാനും കുറവ് പറയാനും അല്ലെങ്കിൽ ആരോടും പറയാനും എന്നാണല്ലോ ധരിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമീപനം പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സർവേ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഈ സർവേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2018 1,29,763 കുട്ടികളായിരുന്നത് 2023 ആയപ്പോൾ 2.5 ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്പ്യൂട്ട് ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് അസ്. നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ശരാശരി ഒരു ചെറുപ്പക്കാരൻ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 17 വയസ്സുള്ള 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ഇനി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോയാൽ ഒരുപക്ഷെ അതിന് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ഉണ്ട്. കാരണം സാമൂഹ്യപരവും, കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവരൊരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടി ഫ്രീഡം അനുഭവിച്ചും കുറച്ചുകൂടി കൾച്ചേർഡായിട്ടും കുറച്ചുകൂടി ലിബറലായിട്ടും ഒക്കെ ജീവിക്കാൻ ആ ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താ? ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് സർ. ഞാനിപ്പോൾ ആ സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഐ ഹാപ്പൻ ടു ബി ദർ ഇൻ മസ്കറ്റ്. ആ മസ്കറ്റിൽ ചെന്ന് ഇവിടെ ഹോട്ടലിൽ ചെന്നൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? 1 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയാണ് അവനെ ഇവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. 1 വർഷമായിട്ട് ജോലി ചെയ്യാണ് ഒരു ചെറുപ്പക്കാരൻ. അവന് കിട്ടുന്നത് 10,000 രൂപയാണ്. 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും 7,500 രൂപയ്ക്കും 6,000 രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ്. അവർക്ക് പ്രതീക്ഷയില്ല സാർ. അവർ ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. കാരണം നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാനിനി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നഗരങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് ധനമന്ത്രി ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു കണക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ ശരാശരി ഒരു വർഷം ഒരു ചെറുപ്പക്കാരന് ഓരോ നഗരങ്ങളിലും കിട്ടുന്ന പേ സ്കെയിലുണ്ട്. ആ പേ സ്കെയിലിന്റെ ആവറേജ് എടുത്തു കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ 9,57,000 രൂപ, ഹൈദരാബാദിൽ 7,23,000 രൂപ, പൂനെയിൽ 7,19,000 രൂപ, മുംബൈയിൽ 6,40,000 രൂപ, ചെന്നൈയിൽ 6,18,000 രൂപ, ഡൽഹിയിൽ 6,11,000 രൂപ, തിരുവനന്തപുരത്ത് 5,72,000, കൊച്ചിയിൽ 5,05,000. ഇതാണ് ശരാശരി പേ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സ്മാർട്ട് സിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതാണ്. എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഇവിടെ മാത്രം ഏറ്റവും പിറകിപ്പോകാൻ കാരണം? നമ്മുടെ ഇവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത്, ചെറുപ്പക്കാരന് കിട്ടുന്ന ശമ്പളം ഇത്രയും കുറവാകാൻ കാരണം എന്താണ് സാർ? സത്യത്തിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു അവസരം, ഈ നമ്മളിവിടെ പറഞ്ഞു, നമ്മളിവിടെ കുട്ടികൾ നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര സ്റ്റാഗ്നന്റ് ആണ്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ അംഗീകരിക്കാത്ത കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള, ഞാൻ അതിനൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ആണ് കേരളം. ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം ജനുവരി-മാർച്ച് ക്വാർട്ടറിലെ 2024 കണക്കനുസരിച്ച് ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ 31.8% നിൽക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റിന് ഈസ് എൻ ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ്. അവർക്ക് ജോലിയില്ലാതെ, തൊഴിലില്ലാതെ, പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇതിൽ നടന്ന ഒരു മിനിമം വരുമാനമില്ലാതെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നാടുവിട്ട് വാങ്ങിക്കും. ഇതിന്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എക്കണോമിക് ഗ്രോത്തിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അടച്ചു കളഞ്ഞു. അതിന്റെ ഒരു കാര്യം നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ FDIയുടെ ഇൻഫ്ലോ അതാണല്ലോ ഒരു എക്കണോമിയുടെ ഒരു വൈബ്രൻസി കാണിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്.
കേരളത്തിന് കഴിഞ്ഞ ഒരുപക്ഷെ 2019 2024 വരെ കേരളത്തിലേക്കുണ്ടായ FDIയുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് $978 ദശലക്ഷം ആണ്. $978 ദശലക്ഷം. എന്നാൽ തമിഴ്നാട്ടിനുണ്ടായത് 11 ശതകോടി ആണ് സർ. അത് കർണാടകയ്ക്കുണ്ടായത് 51 ശതകോടി ആണ്. അതായത് കേരളത്തിന് $978 മില്യൺ കിട്ടിയപ്പോൾ കർണാടക ഗോട്ട് $51 ബില്യൺ. അത് കാരണം എന്തുകൊണ്ടാണ്? അവർക്കൊരു വൈബ്രന്റ് എക്കോണമി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് അവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ 9,57,000, കേരളത്തില് കൊച്ചിയിൽ 5,05,000, പകുതിയിൽ നിൽക്കാൻ കാരണം ആ എക്കണോമിക് വൈബ്രൻസി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സാർ. നമ്മൾ അതിന് പകരം നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നതുകൊണ്ടോ കാര്യങ്ങളുടെ കാര്യം. ഇനിയിപ്പോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞു. മന്ത്രി വലിയ അവകാശമാണ്. നമ്മൾ എന്തിനാണ് സാർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ച് മേനി നടിച്ച് പറഞ്ഞ് എല്ലാം ബ്രഷിംഗ് എസൈഡ് ദ കാർപ്പറ്റ് എന്ന് പറയും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ സഭ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? 2 വട്ടം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു. 2 വട്ടം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊണ്ട് DPI പറഞ്ഞു ഇവിടെ 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല. നമ്മൾ അതിനെ അപഹസിച്ച് അദ്ദേഹത്തെ തള്ളി. അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സർ, സത്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസമേ. പക്ഷെ ആ മന്ത്രിയെയും തിരുത്തി ആ മന്ത്രിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നേരെ ചൊവ്വ എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ച് തിരിച്ചു പറയിപ്പിച്ചു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ് സർ? ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് us. നമ്മളെ തുറച്ചു നോക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അങ്ങിപ്പോ ഒരുപാട് A+കളുടെ കണക്ക് ഇവിടെ പറഞ്ഞല്ലോ. ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റിയും ഏറ്റവും മികച്ചാണെന്നുള്ളത്. നമ്മുടെ മുമ്പിൽ മത്സര പരീക്ഷകളിൽ ഇന്ത്യ രാജ്യത്ത് പൊതുവായ മത്സര പരീക്ഷയിൽ മത്സരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു റെക്കോർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. 2021 1,10,206 പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതി. അതിൽ 73,385 പേര് ക്വാളിഫൈ ചെയ്തു, 67%. 2022 90,911 പേര് പരീക്ഷ എഴുതി, 59,404 പേര് ക്വാളിഫൈ ചെയ്തു. വി കെയിം ഡൗൺ ടു 64%. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 1,33,450 പേര് പരീക്ഷ എഴുതി, 75,362 പേര് ക്വാളിഫൈ ചെയ്തു, 56%. വി ആർ കമ്മിങ് ഡൗൺ. ഇത് സത്യമല്ലേ സർ? ഇത് നമ്മൾ നിശ്ചയിച്ചിട്ട് A+ ഉണ്ട് എല്ലാത്തിനും, എല്ലാ യൂണിവേഴ്സിറ്റിക്കും A+ ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. ഇതൊരു വളരെ സത്യസന്ധമായ ഫാക്റ്റാണ്. യു കനോട്ട് ഡിനൈ ദിസ്. ഇനി ഞാൻ മറ്റൊരു, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം, ഏറ്റവും മികച്ച ലിറ്ററസിയുള്ള സംസ്ഥാനം, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു കാലത്തെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം, ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം. ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം സാർ. അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? IITസും IIMs ഒക്കെ ആണല്ലോ. നമുക്കൊരു പാരൽ എടുത്ത് പഠിച്ചു നോക്കാം നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത് ഇവിടെ മന്ത്രിയോട് പറഞ്ഞ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ. നമുക്ക് IIT അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ 1.08% ആണ്. 1.08%. പക്ഷേ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാനിൽ ഒത്തിരി GE അല്ലെങ്കിൽ IIT കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടെന്നുള്ളത് ശരിയാകും. അതൊഴിച്ചാൽ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു കമ്പാരിസൺ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് 15.82%. ആ സമയത്താണ് കേരളത്തിൽ IITയിലും IIMയിലും 1.08%. വാട്ട് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത്? നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. A+ഉം NACും പ്ലസും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നിപ്പോവാണ് സാർ. അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. ഇനി ആ കണക്ക് തന്നെ പറയുന്നു, ശരാശരി ഒരു സംസ്ഥാനത്തു നിന്നും 8 മുതൽ 10% വരെ കുട്ടികൾ IITയിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും 1% 1.08%. അതുപോലും നമ്മുടെ കണ്ണു തുറപ്പിക്കില്ലേ? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ, ഞാനിനി അത് പറഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ ഇതിൻ്റെ അകത്തൊരു കേസ് സ്റ്റഡി നടത്തി. നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം, സത്യമാണ് നിങ്ങളോട് പറയാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ആ വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആകെ ഒരു മകനാണുള്ളത്. ആ മകൻ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ്. അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായി. അവരെ നോക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ചെറിയ സഹായം വേണം. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് അവരെ സഹായത്തിന് വരുന്നുണ്ട്. എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും, മരുന്ന് മേടിച്ചുകൊണ്ട് എല്ലാം കൊണ്ടുവരും കഴിയും. ഞാനപ്പോൾ ഈ പയ്യനെ വിളിച്ചു.
ഈ പയ്യൻ UK-ലാണുള്ളത്. ആ UK-ൽ നിന്നപ്പോൾ ഞാനോട് നീ എന്താ പഠിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ UK-ലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ. ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് UK-യിൽ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. സോ സം റീസൺസ്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത്. ഇതാണ് കേരളത്തിന്റെ ശരാശരി സാഹചര്യം. ഇതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതെന്ന് ധരിക്കരുത്. നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാംഗ്ലൂരിലെ പേ സ്കെയിലിന്റെ കാര്യം, ഹൈദരാബാദിലെ പേ സ്കെയിലിന്റെ കാര്യം, ചെന്നൈയിലെ പേ സ്കെയിലിന്റെ കാര്യം. എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരം, ഇന്ത്യ രാജ്യം സാമ്പത്തികമായി വളർന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഞാൻ കൺക്ലൂഡ് ചെയ്യാം സർ. ജസ്റ്റ് ഗിവ് മീ 2 minutes. ഇന്ത്യ രാജ്യം ജസ്റ്റ് ഐ എം കൺക്ലൂഡിംഗ്, ഐ ഡോണ്ട് ടേക്ക് മച്ച് ടൈം പ്ലീസ്. ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ IT ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്തുനിന്ന് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു. കേരളത്തെയാണ് ഉറ്റുനോക്കിയത്. ഏറ്റവും പ്രകൃതി രമണീയമായ നാട്, സംസ്കാര സമ്പന്നമായ നാട്, മതേതര സംസ്കാരമുള്ള നാട്, അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആള്, ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട്, അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക്. ഇന്ന് 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ. ഹൈദരാബാദ് അല്ല ഇന്ന്. ഹൈദരാബാദിൽ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ദേ ഹാഡ് ഗ്രോൺ ലീപ്പ് ആൻഡ് ബൗണ്ട്. ഹൗ? അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു. നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തൊലച്ച് നമ്മളെ ഈ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ? നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ, എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത്? ഈ ബൈബിളിൽ ഒരു വാദമുണ്ട്, ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന നിങ്ങൾ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി അവസാന കാലത്ത് വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാത്ത മാതാപിതാക്കൾക്കാണ് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേണമെങ്കിൽ നമുക്ക് പറഞ്ഞടച്ച് തിരിച്ചു പോകാം, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞ്. ബട്ട് ഐ എം ടെല്ലിംഗ് യു എവ്രിവൺ, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്, വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും സാർ. ഈ വിഷയം പ്രാധാന്യമില്ലാത്തതാണെന്ന് അങ്ങ് ധരിക്കരുത്. ഞാൻ വളരെ വിനയത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആത്മാർത്ഥമായ സമീപനത്തോടുകൂടി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പ്രതികരിക്കുന്നു. ശ്രീ മാത്യു, ഏതായാലും കാർട്ടൂൺ മാറ്റി വരക്കേണ്ടി വരും.